അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂട്ടുകാരെ, നമുക്കിന്ന് 5ാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയിൽ വന്ന ലിസാനിൻ്റെയും തജ്വീദിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ നോക്കാം. നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻറ്റ് ചെയ്യണേ. 1. സിൽ ബിമാ യുനാസിബി. യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് ഓസല, ഖറജ, സിഫത്തുൻ അൻ-നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലു അലൈഹിസ്സലാം. 1. മിസ്ലുൽ ബദ്രി. പൂർണ്ണചന്ദ്രനെ പോലെയാണ്. ഡാഷ്. ഉത്തരം അൽ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. 2. ദുറൂസന. നമ്മുടെ പാഠങ്ങളെ ഡാഷ്. എന്താണ് യോജിക്കുക? നദറുസു, നാം പഠിക്കും. 3. മാലിൻ മഅറൂഫുൻ മുഫ്രദുൻ. മാലി എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയത്, മഅറൂഫ് എന്ന് വെച്ചാൽ ചെയ്തു എന്ന അർത്ഥം വരുന്നത്, മുഫ്രദ് എന്ന് വെച്ചാൽ ഒരാൾ. ഇതിലൊക്കെ പെട്ട ഫിഅലാണ് ഒസല. ഒസല എന്ന് വെച്ചാൽ ഒരാൾ കഴുകി. 4. ഹഫറ ബിഅറ സംസം. സംസം കിണറിനെ കുഴിച്ചു. ആരാണ് കുഴിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാം. 5. മുസന്ന മുദക്കർ. മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടുപേര്, മുദക്കർ എന്ന് വെച്ചാൽ ആണ് അഥവാ പുരുഷന്മാർ. അങ്ങനെയുള്ള ഫിഅലാണ് ഖറജ. അവർ 2 പുരുഷന്മാർ പുറപ്പെട്ടു. 6. ഹംസ്. ഉത്തരം സിഫത്ത്. ഫ, ഹ, സ, ഹാ, ഷീന്, ഹാ, സ്വാദ്, സീന്, കാഫ്, ത അഥവാ ഫഹ്സഹു ഷഹ്സുൻ സക്കത്ത എന്നീ ഹർഫുകളുടെ സിഫത്താണ് ഹംസ്. ഇത് നമ്മൾ തജ്വീദിൽ പഠിച്ചിട്ടുണ്ട്. 2. മയ്യിസിൽ സഹീഹ. ചോദ്യം 1. അശ്ശഹ്റു സാമിൻ. 8ാമത്തെ മാസം. ഓപ്ഷൻസ്: റബീഉൽ അവൽ, ശഅബാൻ, ദുൽഹിജ്ജ. ഉത്തരം ശഅബാൻ. 2. അദ്ദാരിസൂന. വിദ്യാർത്ഥികള് അഥവാ ജംഉ മുദക്കറാണ്. അവർ കുറേ പേരുണ്ട്, അവർ ആണുങ്ങളാണ്, അതുകൊണ്ട് യുസല്ലിമൂന. അദ്ദാരിസൂന യുസല്ലിമൂന. വിദ്യാർത്ഥികൾ, അവർ സലാം പറയുന്നു. 3. ഹംസത്തുൽ ഖത്അ. ഓപ്ഷൻസ്: റബ്ബനഫ്തഹ്, അഹ്മദു, വഖുൽന ദഖുലു. റബ്ബനഫ്തഹ്, വഖുൽന ദഖുലു. ഇത് രണ്ടും ഹംസത്തുൽ വസ്ലാണ്. അഹ്മദു ആണ് ഹംസത്തുൽ ഖത്അ. തുടങ്ങുമ്പോൾ ഉണ്ടായ ഈ ഹംസക്കാണ് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നത്. 3. ബൈൻ. വ്യക്തമാക്കൂ. 1. ഹംസത്തുൽ വസ്ൽ. ഉത്തരം: ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ. 2. അൽ ഫിഅലുൽ മാലി. ഉത്തരം കലിമത്തുൻ തദുല്ലു അലാ ഹുദൂസി ഫിഅലിൻ ഫി സമാനി അൽ മാലി. മാലി എന്ന് വെച്ചാൽ കഴിഞ്ഞുപോയ കാലത്തുണ്ടായ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. 3. സക്ത. ഉത്തരം ശ്വാസം വിടാതെ അല്പം അടങ്ങിയോതൽ തുടരുന്നതിന് സക്ത എന്ന് പറയും. അടുത്ത പ്രവർത്തനം സൊയ്ദീഫ്. സൊറഫാക്കുക. തദറുസു, തദറുസാനി, തദറുസൂന, തദറുസീന, തദറുസാനി, തദറുസ്ന. ഇനി യക്തുബു. യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബു, തക്തുബാനി, യക്തുബ്ന. അടുത്തത് ജലസ. ജലസ, ജലസാ, ജലസു, ജലസത്ത്, ജലസത, ജലസ്ന. 5. റത്തീബ്. ക്രമത്തിലാക്കുക. ചോദ്യം 1. ലാ യുമല്ലു കലാമുൻ സമാഉഹു ഖദീമുൻ. ഇത് നമ്മൾ പഠിച്ച ബൈത്തായിരുന്നു.
കലാമുൻ കദീമുൻ ലാ യുമല്ലു സമാഉഹു. 2 ബികിതാബിക നവ്വിർ വ അത്ലിക് ബസരി അല്ലാഹുമ്മ ലിസാനി ബിഹി. ക്രമത്തിലാക്കാം. ഉത്തരം അല്ലാഹുമ്മ നവ്വിർ ബികിതാബിക ബസരി വ അത്ലിക് ബിഹി ലിസാനി. ഖുർആൻ പഠിച്ചത് മറന്നു പോകുമോ എന്ന ഭയം ഉണ്ടാകുമ്പോൾ ചൊല്ലേണ്ടുന്ന ദുആ ആണിത്. ചോദ്യം 6 അജിബ്. ഉത്തരം എഴുതുക. ചോദ്യം 1 പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ഏവ? ഉത്തരം ആയത്തുൽ കുർസി, ആമനർ റസൂലു, ലൗ അൻസൽന. ചോദ്യം 2 ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ആരുടെ? ഉത്തരം അല്പമെങ്കിലും ഖുർആൻ മനഃപ്പാഠമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ്. ചോദ്യം 3 വഖഫിൻ്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ആയത്ത്. ഉത്തരം വറത്തിലിൽ ഖുർആന തർത്തീല. ചോദ്യം 4 ഖുർആൻ ഒരു ഗ്രന്ഥമാക്കിയത് ആര്? ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചോദ്യം 5 മക്കക്കാരനായ ഖാരി. ഉത്തരം അബ്ദുല്ലാഹിബ്നു കസീറിനിൽ മക്കി റളിയല്ലാഹു അൻഹു. ചോദ്യം 7 മയ്യിസിൽ മാലിയ വൽ മുലാരിയ. മാലി മുലാരി എന്നിവയെ വേർതിരിച്ചെഴുതുക. 1 ഹഫറ, 2 ജലസ, 3 യക്തുബു, 4 യക്കില, 5 യക്സിബു, 6 തഅല്ലമ. ഡാഷുള്ള സ്ഥലത്ത് തന്നിട്ടുള്ള ഫിഅല് മാലിയാണോ മുലാരിയാണോ എന്ന് എഴുതി കൊടുത്താൽ മതി. ഉത്തരം 1 ഹഫറ കുഴിച്ചു, മാലിയാണ്. ജലസ ഇരുന്നു, അതും മാലിയാണ്. 3 യക്തുബു കതബ എഴുതി എന്നതിൻ്റെ മുലാരിയാണ് യക്തുബു, എഴുതുന്നു, അപ്പോൾ മുലാരി. 4 യക്കില ഉണർന്നു, അത് മാലിയാണ്, അതിൻ്റെ മുലാരി യയ്ക്കിലു എന്നാണ്. 5 യക്സിബു കസബ സമ്പാദിച്ചു, അപ്പോൾ യക്സിബു സമ്പാദിക്കുന്നു, അപ്പോൾ മുലാരിയാണ്. തഅല്ലമ പഠിച്ചു, യതഅല്ലമു എന്നാണ് മുലാരി, അപ്പോൾ തഅല്ലമ എന്നുള്ളത് മാലിയാണ്, യതഅല്ലമു എന്നുള്ളതാണ് മുലാരി. ഇവിടെ മാലിയായ ഫീലുകളെ ഹഫറ, ജലസ, യക്കില, തഅല്ലമ. മുലാരി ആയിട്ടുള്ളത് യക്തുബു, യക്സിബു. ചോദ്യം 8 തർജിം പരിഭാഷപ്പെടുത്തുക. താഴെ തന്നിട്ടുള്ള വാക്യത്തിൻ്റെ അർത്ഥം എഴുതാനാണ്. അർത്ഥം എഴുതുമ്പോൾ അറബി മലയാളത്തിൽ തന്നെ എഴുതുക, മലയാളത്തിൽ ആരും എഴുതരുത്. ഒന്നാമത്തെ ചോദ്യം അദ്ദാരിസു യർജിഉ മിനൽ മദ്രസത്തി മസാഅൻ. അദ്ദാരിസു വിദ്യാർത്ഥി, യർജിഉ മടങ്ങുന്നു, മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന്, മസാഅൻ വൈകുന്നേരം. അപ്പോൾ എങ്ങനെ ഉത്തരം എഴുതുക? വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് വൈകുന്നേരം മടങ്ങുന്നു. ചോദ്യം 2 ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു. ഉത്തരം നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനാണ്. ചോദ്യം 9 നക്തുബുൽ മാന അർത്ഥം എഴുതുക. ചോദ്യം 1 ജലസ ഇരുന്നു, 2 ഹലീബുൻ പാൽ, 3 ഹഫറ കുഴിച്ചു, 4 ജരീദത്തുൻ പത്രം. ഇത്രയും ചോദ്യങ്ങളാണ് തജ്വീദിൽ നിന്നും ലിസാനുൽ ഖുർആനിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽ ബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.